സംസ്ഥാനത്ത് വൈദ്യുതി സർചാർജ് വീണ്ടും വർദ്ധിക്കും. ഉപഭോഗം വർദ്ധിച്ചതോടെ ഈ മാസം വൈദ്യുതി വാങ്ങാൻ 256 കോടി രൂപയാണ് അധികമായി KSEB ചെലവഴിച്ചിരിക്കുന്നത്. അടുത്ത മാസം ദിവസേനയുള്ള അധിക ചെലവ് 200 കോടിയായി ഉയരാൻ സാധ്യതയുണ്ട്. VA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഗിരീഷ്, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. വേനൽ രൂക്ഷമായതോടെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ വൈദ്യുതി ബോർഡ് അധിക തുക ചെലവാക്കിയാണ് ഇപ്പോൾ വൈദ്യുതി പുറത്തു നിന്നും വാങ്ങുന്നത്. ഈ തുക വൈദ്യുതി സർചാർജായി പിരിച്ചെടുക്കാൻ വൈദ്യുതി ബോർഡിന് നേരത്തെ തന്നെ റെഗുലേറ്ററി കമ്മീഷൻ അധികാരം നൽകിയിരുന്നു. ഇതനുസരിച്ച് യൂണിറ്റിന് 10 പൈസ നിരക്കിൽ വൈദ്യുതി ബോർഡ് ഇപ്പോൾ സർചാർജ് ഈടാക്കുന്നുമുണ്ട്. പക്ഷേ ഈ മാസം വൈദ്യുതി വാങ്ങുന്നതിനായിട്ട് 256 കോടി രൂപ അധികമായി ചെലവഴിക്കേണ്ടി വന്നു എന്നുള്ളതാണ് വൈദ്യുതി ബോർഡ് വ്യക്തമാക്കുന്നത്. അതായത് ഒരു ദിവസം 9.5 കോടി രൂപ അധികമായി വൈദ്യുതി വാങ്ങാൻ ചെലവാക്കേണ്ടി വന്നു. ഈ തുക പിരിച്ചെടുക്കണമെങ്കിൽ യൂണിറ്റിന് 10 പൈസ എന്ന സർചാർജ് മതിയാകില്ല എന്നുള്ളതാണ് ബോർഡ് ഇപ്പോൾ വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂണിറ്റിന് ശരാശരി 25 പൈസയ്ക്ക് മേളിൽ സർചാർജ് ഈടാക്കേണ്ടി വരും. ഇതിനുള്ള അപേക്ഷ വൈദ്യുതി ബോർഡ് റെഗുലേറ്ററി കമ്മീഷന് നൽകും. കാരണം 10 പൈസയ്ക്ക് മേളിൽ സർചാർജ് ഈടാക്കണമെങ്കിൽ റെഗുലേറ്ററി കമ്മീഷന്റെ അംഗീകാരവും അനുമതിയും വേണം. അതുകൊണ്ട് തന്നെ റെഗുലേറ്ററി കമ്മീഷനെ സമീപിക്കാനാണ് വൈദ്യുതി ബോർഡിന് നീക്കം. അതോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അടുത്ത മാസം ഏപ്രിൽ മാസത്തിൽ വൈദ്യുതി വാങ്ങുന്നതിനുള്ള അധിക ചെലവ് ഒരു ദിവസം 20 കോടി എന്നുള്ള നിരക്കിലേക്ക് ഉയരും എന്നുള്ളതാണ്. വേനൽ രൂക്ഷമാകുന്നതോടെ രാജ്യത്തെ എല്ലായിടത്തും തന്നെ വൈദ്യുതി ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വൈദ്യുതി ബോർഡിന് ഒരു വലിയ സാമ്പത്തിക ബാധ്യത തന്നെയായിരിക്കും ഇത് വരുത്തിവെക്കുക. പക്ഷേ അപ്പോഴും വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവിട്ടിട്ടും വൈദ്യുതി നൽകാത്ത 3 കമ്പനികൾക്കെതിരെ ഇതുവരെ യാതൊരു നടപടിയും കമ്മീഷനോ ബോർഡോ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവരെ കരിമ്പട്ടികയിൽപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികൾക്ക് ബോർഡിന് നിയമപ്രാബല്യമുണ്ട്, അല്ലെങ്കിൽ നിയമസാധുതയുണ്ട്, ചെയ്യാൻ കഴിയും. പക്ഷേ ഇപ്പോഴും ബോർഡ് അതിനൊന്നും തന്നെ മുതിരുന്നില്ല. പകരം ജനങ്ങൾക്ക് കൂടുതൽ സർചാർജ് ഈടാക്കിക്കൊണ്ട് വൈദ്യുതി ഉയർന്ന നിരക്കിൽ വാങ്ങുക എന്നുള്ളതാണ് ബോർഡ് ഇപ്പോഴും ലക്ഷ്യമിടുന്നത്. താങ്ക് യു VA ഗിരീഷ്.